എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച രസകരമായ ഒരു അനുഭവമാണ് ഞാനിവിടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഫ്ലാറ്റിലെ 12ാം നിലയിലാണ് ഞാൻ ഇപ്പോഴുള്ളത്. കാലത്തെണീറ്റ് ഗ്ലാസ് പാളികൾ തുറന്ന് കോറിഡോറിലേക്ക് ഇറങ്ങി പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് എനിക്കിഷ്ടമാണ്. താഴെ മനുഷ്യരും വാഹനങ്ങളുമൊക്കെ വളരെ ചെറിയ രൂപത്തിലാണ് കാണുക. രാത്രി കാലങ്ങളിലുള്ള ദൃശ്യം ഏറെ മനോഹരമാണ്. ചുറ്റിലും ഫ്ലാറ്റുകളുടെ സമുച്ചയമാണ്. ഫ്ലാറ്റിലെ ഇലക്ട്രിക് ബൾബുകൾ പ്രകാശിക്കുമ്പോൾ നമുക്ക് നക്ഷത്ര കൂടാരങ്ങൾ കാണാം. ആകാശവിതാനങ്ങളിൽ നങ്കൂരമിട്ട് കിടക്കുന്ന മേഘക്കൂട്ടങ്ങളെയും കാണാം. ആകാശം വളരെ അടുത്തതായി കയ്യെത്തി പിടിക്കാവുന്ന രൂപത്തിലാണെന്ന് തോന്നും. കാലത്ത് സൂര്യന്റെ ചെങ്കതിരുകൾ ഒരു തീക്കനൽ പോലെ എൻ്റെ ദേഹം പൊള്ളിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് രസകരമായ ഒരു സംഭവമാണ്. 4 ഈച്ചകൾ ഇന്നലെ ഈ ഫ്ലാറ്റിലെ റൂമിൽ കയറിക്കൂടി. എവിടെ നിന്ന് വന്നു എന്നറിയില്ല. എൻ്റെ സുഹൃത്ത് അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഈച്ചയോ എന്ന മട്ടിൽ അതിനെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരുന്നു. അതിരിക്കുന്നിടത്ത് ലോഷം കൊണ്ട് തുടയ്ക്കുന്നു, ഫാൻ സ്പീഡ് കൂട്ടിയിടുന്നു, ആകെ ബഹളമായോ. അവൾ ദേഷ്യം കടിച്ചമർത്തി എന്നെ നോക്കുന്നുണ്ട്. ഞാൻ കോറിഡോറിലേക്ക് ഇറങ്ങുന്ന ഗ്ലാസ് പാളികൾ തുറന്നിട്ടത് കൊണ്ടാണ് ഈച്ചകൾ കയറിയതെന്ന മട്ടിൽ എനിക്ക് സത്യത്തിൽ നന്നായിട്ട് ചിരി വരുന്നുണ്ട്. ഞാൻ അത് കടിച്ചമർത്തി സോഫയിൽ ഇരിക്കുകയാണ്. ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. നീ ബെഡ്റൂമിൽ പോയി കടന്നുറങ്ങിക്കോളൂ, ഞാൻ ഇതുങ്ങളെ കൊന്നു തരാമെന്ന് പറഞ്ഞു. കേൾക്കേണ്ട താമസം സുഹൃത്ത് ബെഡ്റൂമിലെ കതകുകൾ അടച്ചു കിടന്നുറങ്ങി. ഞാൻ ഗഹനമായ ആലോചനയിൽ മുഴുകി കുറേ നേരം ഇരുന്നു. ഈ ഈച്ചകളെ പുറത്ത് ചാടിക്കുവാൻ എന്താണ് ഉപായം? കുറേ നേരം ചിന്തിച്ചതിന് ശേഷം എനിക്കൊരു ഐഡിയ തോന്നി. ഞാൻ മധുരപലഹാരം ഇട്ടുവെച്ച ബോട്ടിൽ തുറന്നു. ഒരു വെള്ള പേപ്പറിൽ ഒരു ലഡുവെടുത്ത് പൊടിച്ച് വിതറിയിട്ടു. ഈച്ചകളെ കാത്തിരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും ഒരെണ്ണം പോലും ലഡു വിതറിയെടുത്ത് വന്നില്ല. ഞാനൊരു ടവലെടുത്ത് മടക്കി ഈച്ചകൾ വന്നിരുന്നാലുടൻ അടിച്ചു കൊല്ലുവാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. ഈച്ചകൾ എനിക്ക് ചുറ്റുമാണ് പറക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ഈച്ചകളെ കാണാതായി. ഞാൻ മുറിയിലെ മുക്കിലും മൂലയിലും തിരഞ്ഞുകൊണ്ടിരുന്നു. എവിടെയും ഈച്ചകളെ കാണാനില്ല. ഹാവൂ, അതുങ്ങൾ പോയി കാണുമെന്ന ആശ്വാസത്തിൽ ഞാൻ ഇരുന്നു. അപ്പോഴാണ് ഞാൻ കാണുന്നത് ഈച്ചകൾ 4 ഗ്ലാസ് ഡോറിന് ചുറ്റും പറക്കുകയാണ്. ഞാൻ മനസ്സിലാക്കി, അവറ്റകൾക്ക് എങ്ങനെയെങ്കിലും ഈ തടവറയിൽ നിന്നും പുറത്തേക്ക് പറന്നു പോകണം. ഞാൻ പതുക്കെ പമ്മി ഗ്ലാസ് ഡോർ നീക്കിക്കൊടുത്തു. ഡോറിന്റെ വിടവിലൂടെ ഈച്ചകൾ പുറത്തേക്ക് പറന്നുപോയി. ഈച്ചകൾ ഉണ്ടാക്കിയ വിനയെക്കുറിച്ച് ഓർത്ത് ഞാൻ കുറേ നേരം ഇരുന്നു. കുറേ സമയത്തിന് ശേഷം ഞാൻ അവളെ വിളിച്ചുണർത്തി. ഈച്ചകൾ പുറത്തേക്ക് പറന്നുപോയെന്ന് പറഞ്ഞു. ഓ, അവളെന്നെ കെട്ടിപ്പിടിച്ചു. സന്തോഷത്താൽ മ്യൂസിക് പ്ലെയർ ഓൺ ചെയ്തു നൃത്തം ചെയ്തു. ഈച്ചകൾ ഇത്രമാത്രം ക്ഷുദ്രജീവികളാണെന്ന് ഞാൻ ജീവിതത്തിൽ ആദ്യമായി മനസ്സിലാക്കി. എൻ്റെ അമ്മേ, ഈച്ചയ്ക്കൊരു സല്യൂട്ട്.